അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ചൊല്ലിയിട്ട് അനുഭവമുണ്ടായ, എനിക്ക് ചൊല്ലിയിട്ട് ഉപകാരപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ലോക്ക്ഡൗൺ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടാകും. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മടിയായിരിക്കും. ഇനി എങ്ങനെയെങ്കിലും ആ കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലോ അത് ചെയ്യുമ്പോൾ ഒരു ഉന്മേഷമില്ലാത്തതുപോലെ തോന്നും. ഇഷ്ടമില്ലാതെ എന്ത് കാര്യം ചെയ്താലും അത് നീങ്ങാത്തതുപോലെ തോന്നും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ആ കാര്യം നാളത്തേക്ക് മാറ്റും. പിറ്റേ ദിവസം ഇതുപോലെ മടിയാണെങ്കിൽ ആ കാര്യം നീണ്ടു പോകും. സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരുപാട് നോട്ട് എഴുതാനും ഒരുപാട് പഠിക്കാനുമുള്ള ദിവസം, ഉമ്മമാർക്കാണെങ്കിൽ ഒരുപാട് വീട്ടുജോലികൾ കുന്നുകൂടി കിടക്കുന്ന ദിവസം, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുള്ള ദിവസം. അങ്ങനെ എല്ലാവരും അവർ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി രാവിലെ തന്നെ ഉന്മേഷത്തോടു കൂടി തുടങ്ങാൻ, നമ്മൾ ചെയ്യുന്ന കാര്യമെല്ലാം നല്ല ഇഷ്ടത്തോടെ ചെയ്യാൻ, നല്ല വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ യാ മുഖ്തദിറു യാ അല്ലാ എന്ന് ചൊല്ലുക. ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റുടനെ ചൊല്ലാം. ഇനി സുബഹിക്ക് ചൊല്ലാൻ മറക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മ വരുന്ന സമയത്തും ചൊല്ലാം. യാ മുഖ്തദിറു യാ അല്ലാ എന്ന ഇസ്മ 120 വട്ടം ചൊല്ലണം. അതിശക്തമായവൻ എന്നാണ് അർത്ഥം. നമുക്കെല്ലാവർക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു കഴിവും ഭക്തിയും വേണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴും ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും. ആ ജോലി വേഗത്തിൽ തീർന്നു കിട്ടുകയും ചെയ്യും. യാ മുഖ്തദിറു യാ അല്ലാ എന്ന ഇസ്മ ചൊല്ലി തുടങ്ങിയ ദിവസം ശരിക്കും നമ്മളെ അതിശയിപ്പിക്കും. നമുക്ക് എങ്ങനെയാണ് ഇത്രയും ഉഷാറ് വന്നതെന്ന് ആലോചിച്ചു പോകും. എത്ര പെട്ടെന്നാണ് എൻ്റെ ജോലിയൊക്കെ തീർന്നതെന്ന് ആലോചിച്ചു പോകും. നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ തന്നെ ചെയ്തു തീർക്കണം. അതിന് അല്ലാഹു അല്ലാതെ മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. എല്ലാവരും ഈ ഇസ്മ നമുക്ക് കഴിയുന്ന ഒരു എണ്ണം വെച്ച് ചൊല്ലുന്നത് നല്ലതായിരിക്കും. ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.